നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി ചെറായിൽ നിന്ന് ഗൗരിയുടേതാണ്. പരാതി വായിക്കാം. ഞാൻ മക്കളില്ലാത്ത വിധവയാണ്. ഒരു ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിനു വേണ്ടി അപേക്ഷിച്ചിരുന്നു. തുടർന്ന് ഗുണഭോക്തൃ ലിസ്റ്റിൽ 44-ാമത്തെ നമ്പറിലും വന്നിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾക്കായി ഫോട്ടോയും മറ്റും എടുത്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും വീട് ലഭിച്ചിട്ടില്ല. ആയതിനാൽ വീട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലൈഫ് പദ്ധതി ലിസ്റ്റിൽ 44-ാം നമ്പർ ആയിട്ടും വീട് ലഭിച്ചില്ല എന്ന പരാതി നിയമവേദി പള്ളിപ്പുറം പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മിനി KP-യുമായി സംസാരിച്ചു. അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഗൗരി കുറശ്ശേരിയുടെ വീട്ടിൽ പോയിട്ട് ഇന്ന് അന്വേഷിച്ചതാണ്. ഇന്ന് ഫണ്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവരത് ഫണ്ടില്ലാന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് ചെയ്തത്. അപ്പൊ നിലവിൽ നമുക്ക് ഫണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞ അവർക്ക് പാടില്ലാത്തതിന്റെ പേരില് വേറെ ആളൊന്നും ഇല്ല അവർക്ക് വന്ന് അന്വേഷിക്കാനൊന്നും. അപ്പൊ അതുകൊണ്ടാണ് വരാഞ്ഞിരുന്നുള്ളതാണ് അവര് പറഞ്ഞത്. അപ്പൊ അവര് കാർഡിൽ ഒറ്റയ്ക്കാണ്, റേഷൻ കാർഡിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ അവരോട് നമ്മള് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോട് വീട് പണിയുന്നതിനുള്ള പെർമിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെർമിറ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ ഇവിടെ ഓഫീസിൽ വരാനാണ് പറഞ്ഞേക്കണത്. അവരതങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പെർമിറ്റ് എടുത്ത് വന്നാൽ മാത്രമേ നമുക്കിനി ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്ലാൻ വരച്ച് പെർമിറ്റ് എടുക്കാനുള്ളത് അപേക്ഷിച്ച് കഴിഞ്ഞ് പെർമിറ്റ് കിട്ടിയതിന് ശേഷമാണ് ബാക്കി ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർ വന്ന അനുസരിച്ച് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ പരാതി കോലഞ്ചേരിയിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി നോക്കാം. 3 ആഴ്ച മുമ്പ് നിയമവേദിയിലേക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് നിയമവേദി അത് പരിശോധിക്കുകയും മറുപടി നൽകുകയും ചെയ്തതാണ്. PF സംബന്ധമായ ഒരു കത്തായിരുന്നു ഞാൻ അന്ന് അയച്ചിരുന്നത്. അതിൽ UAN നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നിയമവേദിയിലൂടെ പറഞ്ഞു കേട്ടു. ആയതിനാൽ ശരിയായ UAN നമ്പർ രേഖപ്പെടുത്തിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. 16 വർഷമായി നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. 2025 ഫെബ്രുവരി മാസത്തിൽ അവിടെ നിന്നും പിരിഞ്ഞു വന്നു. എന്നാൽ എന്റെ തൊഴിലുടമ 2020 വരെ മാത്രമേ PF അടച്ചിട്ടുള്ളൂ. ആയതിനാൽ എന്റെ PF തുക ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കത്തിൽ ചോദിച്ചിരിക്കുന്നത്. PF സംബന്ധിച്ച ഈ പരാതി നിയമവേദി കലൂർ EPF ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് മനസ്സിലായ കാര്യം 2025 ഫെബ്രുവരിയിലാണ് നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞത്. എന്നാൽ 2020 ശേഷം തൊഴിലുടമ PF തുക അടച്ചിട്ടുമില്ല. കൂടാതെ നിങ്ങൾ പിരിഞ്ഞ തീയതി തൊഴിലുടമ രേഖപ്പെടുത്തിയിട്ടുമില്ല. തൊഴിലാളി പിരിയുന്ന തീയതി വരെ തൊഴിലുടമ പണം അടക്കേണ്ടതാണ്. ആയതിനാൽ പരാതിക്കാരി ഒരു പരാതി PF ഓഫീസിൽ നൽകുക. നിയമവേദിക്ക് ഒരു സജഷൻ ഉള്ളത് പരാതിക്കാരി തൊഴിലുടമയെ കണ്ട് ബാക്കി തുകയും കൂടെ അടക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അടുത്തത് ഒരു മുൻ പരാതിയുടെ തുടർച്ചയാണ്. ജേക്കബ് ജോ ചിറമൽ വേങ്ങൂർ അങ്കമാലിയുടേതാണ്. പരാതി വായിക്കാം. ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിയമവേദിയിലേക്ക് ഒരു കത്തയച്ചിരുന്നു. അതിൽ 31,558 രൂപയോളം എന്റെ ബാങ്കിൽ വന്നത് ബാങ്ക് ഫ്രീസ് ചെയ്യുന്നത് സംബന്ധിച്ചായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അതിന് നിയമവേദി വ്യക്തമായ മറുപടിയും തന്നിരുന്നു. എന്നാൽ എനിക്കറിയേണ്ടത്, ഞാൻ കത്തിൽ പരാമർശിച്ച 31,558 രൂപ നാളിതുവരെയായിട്ടും എന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ പരാതിക്ക് നിയമവേദി വിശദമായ ഒരു മറുപടി നൽകിയിരുന്നു. വീണ്ടും ഈ പരാതി ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ നിയമോപദേശം തേടി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് പരാതിക്കാരൻ നിയമപരമായി ഈ കാര്യം മുന്നോട്ട് നീക്കണം എന്നുള്ളതാണ്. അതിനായി ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുക. വ്യക്തിയുടെ സ്വകാര്യതാ അവകാശം ജസ്റ്റിസ് പുട്ടസ്വാമി കേസിന്റെ വെളിച്ചത്തിൽ അഡ്വക്കേറ്റ് ബിജോയ് K. ഏലിയാസ് സംസാരിക്കുന്നു. സ്വകാര്യതാ അവകാശം റൈറ്റ് ടു പ്രൈവസി ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വകാര്യതാവകാശം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ അന്തസ്സ്, സ്വാതന്ത്ര്യം, അയാളുടെ അസ്തിത്വം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന ഒരു അടിസ്ഥാന അവകാശമാണ് സ്വകാര്യത. സ്വകാര്യത ഒരു കേവലം ആശയം മാത്രമല്ല. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില മേഖലകൾ അവൻ്റെ ഇഷ്ടാനുസരണം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റിനും സമൂഹത്തിനും എത്രമാത്രം
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാം എന്നതിനുള്ള ഒരു പരിധിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഫോൺ സംഭാഷണം, എൻ്റെ മെഡിക്കൽ രേഖകൾ, എൻ്റെ ഭക്ഷണശീലം, എൻ്റെ ലൈംഗിക അഭിരുചികൾ, എൻ്റെ വിശ്വാസങ്ങൾ, ഇവയെല്ലാം എൻ്റെ സ്വകാര്യ മേഖലയാണ്. എല്ലാവർക്കും അത് അന്വേഷിക്കുന്നതിനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ അത് പബ്ലിഷ് ചെയ്യുന്നതിനോ ഉള്ള അനുവാദമില്ല. അത് വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പുട്ടസ്വാമി കേസിന് മുമ്പ് നിലനിന്നിരുന്ന നിയമസ്ഥിതി വ്യത്യസ്തമായിരുന്നു. 1954 MP ശർമ്മ കേസിലും അതുപോലെ തന്നെ 1962 ഖാരക് സിംഗ് കേസിലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകൾ തീരുമാനിച്ചിരുന്നത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ട സാമൂഹിക അംഗീകാരം സ്വകാര്യതയ്ക്ക് നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ജസ്റ്റിസ് പുട്ടസ്വാമി സ്വകാര്യതാ അവകാശത്തെ സംബന്ധിച്ച് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആധാർ പദ്ധതിയുടെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ആധാർ പദ്ധതിയുടെ ഭാഗമായി ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതാ അവകാശത്തെ ലംഘിക്കുന്നതല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് പുട്ടസ്വാമി ഉയർത്തിയ നിയമപരമായ ചോദ്യം. 9 ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ഈ ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെടുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഏകകണ്ഠമായ വിധി സ്വകാര്യത എന്നത് ആർട്ടിക്കിൾ 21 ഭാഗമായി ഒരു അടിസ്ഥാന അവകാശമാണ് എന്നതാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി എന്നിവയെക്കുറിച്ച് നിർവചിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2017 പുട്ടസ്വാമി കേസിൽ വളരെ കൃത്യമായിട്ട് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ, മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MP ശർമ്മ കേസും ഖാരക് സിംഗ് കേസുകളും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഓവർറൂൾ ചെയ്തു, അവ റദ്ദാക്കി. ഇപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്. ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയില്ലാതെ ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ തന്നെയാണ് സമത്വവും സ്വാതന്ത്ര്യവും. വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചില്ലെങ്കിൽ ഈ 2 മൗലിക അവകാശങ്ങളും അർത്ഥമില്ലാതെയാവും. അപ്പോൾ പ്രൈവസി ഇല്ലാതെ യഥാർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. മനുഷ്യന്റെ അന്തസ്സിനാണ് പ്രാധാന്യം നൽകേണ്ടത്. കോടതി വളരെ ശക്തമായിട്ട് ഈ കേസിൽ പറയുകയുണ്ടായി, പ്രൈവസി ഈസ് ഇൻട്രിൻസിക് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. ഉദാഹരണത്തിന് ഒരാളുടെ HIV സ്റ്റാറ്റസ് അയാളുടെ അനുവാദമില്ലാതെ പുറത്തുവിടാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭധാരണ തീരുമാനം, അത് ആ സ്ത്രീയുടെ മാത്രം തീരുമാനമാണ്, അത് അവരുടെ സ്വകാര്യതയാണ്. ഇവയൊന്നും ജനങ്ങൾക്ക് പൊതുവിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് കടന്നു കയറി അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. സ്വകാര്യതയെ സംബന്ധിച്ചിടത്തോളം അത് 3 തലങ്ങളിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശരീര സ്വകാര്യത, ബോഡിലി പ്രൈവസി. പോസ്റ്റ് മെഡിക്കൽ ടെസ്റ്റുകളൊന്നും പറ്റത്തില്ല. നാർക്കോ അനാലിസിസ്, DNA കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ എടുക്കാൻ സാധിക്കില്ല. കൺസെന്റ് ഇല്ലാതെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തരുതെന്നാണ്. അത് പ്രൈവസിയുടെ വയലേഷനാണ്. പിന്നെ വിവര സ്വകാര്യത, ഇൻഫർമേഷണൽ പ്രൈവസി, ആധാർ ഡാറ്റ, ബാങ്ക് ഡീറ്റെയിൽസ്, മൊബൈൽ ഡാറ്റ, സോഷ്യൽ മീഡിയ ഡാറ്റ, ഇതൊക്കെ വ്യക്തിഗതമാണ്, വ്യക്തിയുടെ സ്വകാര്യതകളാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ആധാർ വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ മൊബൈൽ ഡാറ്റയോ ഒന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളിലും വാർത്തകൾക്കിടയിലൊക്കെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് ശരിയല്ല, അത് സ്വകാര്യതയുടെ ലംഘനമാണ്. സർക്കാർ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനി നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് അത് തടയപ്പെടേണ്ടതാണ്. പിന്നീട് 3ാമത്തേത് തീരുമാന സ്വാതന്ത്ര്യം, ഡിസിഷണൽ ഓട്ടോണമി എന്ന് പറയും. വിവാഹം, ലൈംഗിക പങ്കാളി, ഭക്ഷണശീലം, വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പ്രാധാന്യം നൽകേണ്ടത് വ്യക്തിയുടെ സ്വകാര്യതയ്ക്കാണ്. ഒരു വ്യക്തി വിവാഹം കഴിക്കേണ്ടത് അയാളുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ ലൈംഗിക പങ്കാളി ആരായിരിക്കണം എന്നുള്ളതും ആ വ്യക്തിയുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തി എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, എന്തിൽ വിശ്വസിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തിഗതമായ സ്വകാര്യതകളാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. സംവിധാനത്തിന് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സമൂഹം പറയുകയാണ് അത് ധാർമ്മികതയ്ക്കെതിരാണെന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം കൂടെ പബ്ലിഷ് ചെയ്യാനോ സാധിക്കില്ല. സ്വകാര്യതയിൽ കടന്നു കയറുന്നതിന്
സ്റ്റേറ്റിനും പരിധിയുണ്ട്, മനുഷ്യർക്കും പരിധിയുണ്ട്, സമൂഹത്തിനും പരിധിയുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് സ്വകാര്യതയിൽ ഇടപെടാം. അത് നിയമപരമായ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സ്വകാര്യതയിൽ ഇടപെടാൻ സാധിക്കും. ഒരു ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് എയിം ഉണ്ടായിരിക്കണം, ഒരു സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അവിടെ ഒരു പ്രൊപ്പോർഷനാലിറ്റി ഉണ്ടായിരിക്കണം. കാരണം എത്ര സാഹചര്യത്തിൽ എത്രത്തോളം സ്വകാര്യതയിലേക്ക് കടന്നു കയറാമെന്ന് സ്റ്റേറ്റ് കൃത്യമായിട്ട് തീരുമാനിച്ച് നിർവചിച്ചു വെച്ചിരിക്കണം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അന്വേഷണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരു തീവ്രവാദപരമായ ഒരു കേസിനെ സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുമ്പോൾ ഇതെൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്ന് കുറ്റാരോപിതന് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക സാഹചര്യങ്ങളിൽ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ കൃത്യമായി മാനിക്കപ്പെടേണ്ട ഒരവകാശമാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ് ചാറ്റ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രത്യേകിച്ച് സ്വയം പങ്കുവച്ച വിവരങ്ങളാണെങ്കിൽ തന്നെയും അത് ആർക്കും ഏത് സമയവും എടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ്. CCTV സർവൈലൻസ്. ഇപ്പോൾ ഒരാളെ സംശയമുണ്ടെന്ന് കരുതി അയാളുടെ വീട്ടിലേക്ക് കാണത്തക്ക രീതിയിൽ ഒരു CC ക്യാമറ സ്ഥാപിക്കാൻ പറ്റില്ല, അയാളെ എപ്പോഴും നിരീക്ഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടൊരു CCTV ദൃശ്യങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷെ ഒരാളെ എപ്പോഴും നിരീക്ഷണത്തിൽ നിർത്തത്തക്ക രീതിയിലുള്ള CCTV ക്യാമറ സ്ഥാപനം എന്ന് പറയുന്നതും തെറ്റാണ്. അത് മൗലികാവകാശത്തിന് എതിരാണ്. പലപ്പോഴും ഈ ഫോണുകളിലും പുതിയ ഇലക്ട്രോണിക് ഡിവൈസസിലും ഒക്കെ ഉള്ള AI, ഈ ഫിംഗർ പ്രിന്റ്, അതുപോലെ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വാസ്തവത്തിൽ അത് സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വകാര്യ വിവരങ്ങളായ ഫിംഗർ പ്രിന്റും ഫേഷ്യൽ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും പുട്ടസ്വാമി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിയമത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പണ്ട് സെക്ഷൻ 377 അൺനാച്ചുറൽ സെക്സ് എന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നൊക്കെ നിർവചിച്ച് അതിനെ ഒരു കുറ്റകൃത്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പ് ഉണ്ടായിരുന്നു. ആ വകുപ്പെല്ലാം തുടർന്ന് റദ്ദാക്കുകയാണ് ചെയ്തത്. കാരണം അത് വ്യക്തിയുടെ ലൈംഗിക താല്പര്യങ്ങൾ, അത് അയാളുടെ സ്വകാര്യതയാണെന്നാണ് പറയുന്നത്. അവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിൽ ഇടപെട്ട വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സമൂഹത്തിന് അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അവരെ അത്തരത്തിൽ ഇടപെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. പിന്നെ അഡൽട്ടറിയും ഒരു കാലഘട്ടം വരെയും നമ്മുടെ നാട്ടിൽ അതൊരു കുറ്റകൃത്യമായിരുന്നു. അഡൽട്ടറി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെ ഒരു ക്രിമിനൽ കുറ്റം അല്ലാതാക്കി മാറ്റുകയാണ് സ്വകാര്യതയുടെ നിർവചനത്തിൽ കൂടി ചെയ്തിട്ടുള്ളത്. എന്നാൽ വിവാഹം എന്ന സ്ഥാപനത്തിനെതിരായ ഒരു നടപടി ആയതുകൊണ്ട് വിവാഹമോചനത്തിന് അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം ഒരു കാരണമാണ്. എന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല. ഏതായാലും സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാം ഒളിപ്പിക്കാനുള്ള ഒരു അവകാശമല്ല, എന്നാൽ സ്വയം ആകാനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റ് ശക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ അന്തസ്സും വളരെ ശക്തമായിരിക്കണം. വ്യക്തിയുടെ അന്തസ്സിനെ തകർക്കുന്നത്ര ശക്തമാകരുത് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ. ഏതായാലും ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലെ വിധി ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കുകയും അതിനെ വ്യക്തി കേന്ദ്രീകൃതമാക്കുകയും ഭാവിയിലേക്കുള്ള മനുഷ്യന്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും ഒരു പരിധിവരെ സംരക്ഷിക്കുവാനുള്ള വഴി തുറക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊട്ടക്ട്സ് പ്രൈവസി അൾട്ടിമേറ്റ്ലി പ്രൊട്ടക്ട്സ് ഡെമോക്രസി. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി
ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.